അപ്പുവിനാണ് ഈ സ്ഥലത്തെ പറ്റി അറിയാവുന്നത്. അപ്പു ഇതേതാണ് സ്ഥലം? ഇത് എരുമേലിക്കടുത്ത് ചെറുവള്ളി എസ്റ്റേറ്റിനകത്തുള്ളൊരു അമ്പലമാണ്. ചെറിയൊരു അരുവിയും അമ്പലവും എല്ലാം കൂടാണ്. ഇവിടെ കഴിഞ്ഞ പഞ്ചവനം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. പഞ്ചവനം. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിന് ഈ അമ്പലത്തിൽ വലിയ വെള്ളം പൊങ്ങി അമ്പലത്തിനകത്ത് കയറുകയോ അങ്ങ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. വളരെ പുരാതനമായിട്ടുള്ളൊരു അമ്പലമാണ്. ഈ അരുവി ഒഴുകി വരുന്നത് വലിയ കാട്ടിൽ എരുമേലിൽ വനത്തിൽ നിന്നും വരുന്നൊരു അരുവിയാണിത്. ഈ അരുവി തന്നെയാണ് നമ്മുടെ എരുമേലി അമ്പലത്തിൻ്റെ മുൻപിൽ കൂടെ പോകുന്ന ആ തോട്. അത് ശരി, അത്രയും പവിത്രമായ ഒരു തോടാണ് കേട്ടോ. നമ്മുടെ എരുമേലി അമ്പലത്തിന് തൊട്ട് മുമ്പുള്ള തോട്, ആ തോട് തന്നെയാണിത്. ആ തോടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ വരുന്ന ആൾക്കാർക്ക് റാന്നിയിൽ നിന്നും വരുന്നവർക്ക് മുക്കട വഴി കയറി ചെറുവള്ളി എസ്റ്റേറ്റിനകത്തൂടെ കയറി കഴിഞ്ഞാൽ അതിനിടയ്ക്കുള്ള പഞ്ചവനം എന്ന് പറയുന്ന ക്ഷേത്രമാണിത്. അതിനിടയ്ക്ക് മനോഹരമായ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. നമ്മളിതിനു മുൻപ് വീഡിയോയ്ക്കകത്ത് കാണിച്ച സ്ഥലങ്ങളും മറ്റും ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമാണ്. ഇങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ജില്ലയിലുണ്ട് നമ്മളിപ്പോഴാണ് അറിയുന്നത്. സത്യം പറഞ്ഞാൽ വളരെ അടിപൊളി. എല്ലാവരും ഒന്ന് ഒരു വീഡിയോ കാണുന്നവർ ഒന്ന് വന്ന് ഒരു കാണാൻ. അതെ, നല്ല സ്ഥലമാണ് കേട്ടോ, വളരെ മനോഹരമായ സ്ഥലമാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ എരുമേലിലൊക്കെ വരികയാണെങ്കിൽ ഈ സ്ഥലവും ഇത് ചെറുവള്ളി എസ്റ്റേറ്റ് ആണ്. ആ ചെറുവള്ളി എസ്റ്റേറ്റും ഒക്കെ ഒന്ന് കണ്ട് ഈ അമ്പലങ്ങളും ഈ വെള്ളച്ചാട്ടവും ഒക്കെ കണ്ടുപോകാം. നല്ല രസമുള്ള സ്ഥലം, അടിപൊളിയാണ്. ഓക്കെ, നമ്മൾ എരുമേലി എത്തിയിരിക്കുകയാണ്. എരുമേലി അയ്യപ്പൻ്റെ അമ്പലമാണ് കണ്ടോ. മറ്റേ ശബരിമല സീസണിൽ നമുക്ക് ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, അതുപോലെ തിരക്കുള്ള സ്ഥലമാണ് ഇവിടെ. ഇപ്പം നോക്കിയാൽ ദിവസം 10,000-2,000 പേർക്ക് മാത്രമേ ശബരിമലയ്ക്ക് കടക്കാനായിട്ട് അനുവാദം കിട്ടും. അത് കാരണം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മളിവിടെ വരുന്നുള്ളൂ. മറ്റേ നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ ഒന്നും പറ്റത്തില്ല, അതുപോലെ തിരക്കാണ്. ഓരോ ഹട്ടിനും ഓരോ പേരുകളാണ് ഇട്ടിരിക്കുന്നത്. പേരാണ് 1-ാം നമ്പർ അച്ചു എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. 2 അമ്മു അതല്ലേ ഓരോ പേരിട്ടേക്ക്, അല്ലെ വീടിൻ്റെയൊക്കെ ഓരോ പേരിട്ടേക്ക് നോക്കുന്നത്. അമ്മു. പിന്നെ 3 കണ്ടില്ലേ, പൊന്നു കണ്ടോ. ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത് പൊന്നു, അതിനും പേരുണ്ട്. 3 4 ഉണ്ട്. കണ്ടോ, പൊന്നി. അപ്പം നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടനോട് ചേട്ടാ എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാനായിട്ടുള്ളത്? കഴിക്കാനായിട്ട് കപ്പ, കള്ളപ്പം, ചപ്പാത്തി, സൈഡ് നാടൻ കോഴി, താറാവ്, ബീഫ് റോസ്റ്റ്, പോർക്കുണ്ട്, പിന്നെ കാറയുണ്ട്, ഇടിയച്ചുണ്ട്, കരിമീനുണ്ട്. നമ്മുടെ ഈ കൊറോണ ഇതൊക്കെ ആയതുകൊണ്ട് പായസം കൊടുക്കാറുണ്ട്. വലിയ ഐറ്റം എടുത്തു. പിന്നെ നാളെ 5 മണി വരെ ഉള്ളൂ. പിറ്റേ ദിവസം അവധിയാണ് 16-ാം തീയതി. അത് ഐറ്റം കൂടുതൽ ചെയ്തിട്ടില്ല. സ്പെഷ്യലായിട്ടുള്ള എന്താ? ഇടിയിറച്ചി അല്ലേ? ഇടിയിറച്ചിയുണ്ട്, കാട ഫ്രൈ ഉണ്ട്, കരിമീൻ ഫ്രൈ. ശ്രീകുമാറെ, കാട ഫ്രൈയോ? ഇടിയിറച്ചി, കള്ളപ്പം അല്ലേ? പിന്നെ കരിമീനുണ്ട്. പിന്നെ കരിമീൻ ഫ്രഷ് ഇന്നലെ വൈകിട്ട് വന്ന സാധനം വന്നതാണ്. എന്താ വേണ്ട? അപ്പോൾ എന്താണ് കള്ളപ്പം? കപ്പ വേണ്ടേ? ഇടിയിറച്ചി ഒരു 5 പേർക്കുള്ള 10 അപ്പം, ഒരു 2 കപ്പ കോമണായിട്ട് വെക്കുക. പ്ലേറ്റ് ഉണ്ടോ? ഷെയർ ചെയ്യാൻ മതി. ഓക്കെ, ഇടിയിറച്ചി ഒരെണ്ണം എടുക്കാം അല്ലേ? പിന്നെ നാടൻ കോഴി, ബീഫ് റോസ്റ്റ്, പോർക്ക് റോസ്റ്റ്.
താറാവ് സ്റ്റൂ ആണ്. താറാവും പോർക്കും ആ ഓക്കെ. താറാവ് ഇടിയിറച്ചി എത്തിയിട്ടുണ്ട്. ഇടിയിറച്ചി എങ്ങനെ നോക്കാം. നല്ല നോക്കി, നല്ല ഇടിയിറച്ചി, അടിപൊളി സാധനം കേട്ടോ. അത് നല്ല സൂപ്പർ സാധനം. ഞാൻ ഇടിയിറച്ചി കഴിച്ചു. ഞാൻ ആദ്യമായിട്ട് ഇടിയിറച്ചി കഴിക്കുന്നത്. കഴിച്ചോണ്ടേ. ഓ കിടുക്കനാ കേട്ടോ, സൂപ്പർ.